നമസ്കാരം. പഴയടുത്തൊരു പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയ് കോർപ്പറേഷന്റെ ഷെയർസ് എന്തുകൊണ്ട് തകർന്നടിഞ്ഞു, അഥവാ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. അതേപോലെ തന്നെ സ്കിൽ ഇൻഫ്ര. മറ്റൊരു കാര്യം, ഈ ഒരു തകർച്ചയിൽ നിന്നും നിക്ഷേപകർ എന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണാൻ കഴിയും, ജെ കോർപ്പറേഷന്റെ ഷെയർസ് 20%, 10%, 5% എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോ സർക്യൂട്ട്സിൽ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള ഒരു ചോദ്യമായിരിക്കും. പലപ്പോഴും പലർക്കും വാർത്തകൾ വായിച്ചിട്ട് അത്ര വലിയൊരു പിടി കിട്ടിയിട്ടുണ്ടാകില്ല ഇത്. കാരണം കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് മുതൽ ലോവർ സർക്യൂട്ടിലാണ്. ജെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഗുഡ്സ് മുതൽ ഇൻഫ്രാസ്ട്രക്ചർ, SEZ എന്നിവയെല്ലാം മാനേജ് ചെയ്യുകയും കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിന്റെ ചെയർമാനായിട്ടുള്ള ആനന്ദ് ജെയിൻ നമ്മുടെ മുകേഷ് അംബാനിയുടെ ഒരു വലിയൊരു ഫ്രണ്ടാണ്. എങ്ങനെയാണ് ഫ്രണ്ട് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1981 മുകേഷ് അംബാനി സ്റ്റാൻഫോർഡിൽ നിന്നും പഠനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വലിയ ഫ്രണ്ടായി മാറി. റിലയൻസ് ഇൻഡസ്ട്രീസിൽ ആനന്ദ് ജെയിൻ ജോലി നോക്കി, വളരെ ഉയർന്ന പൊസിഷനിൽ തന്നെ നോക്കി. അംബാനി ഫാമിലിയുമായിട്ടുള്ള വലിയൊരു ബന്ധം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനു മനേകിന്റെ നേതൃത്വത്തിലുള്ള ബെയർ കാർട്ടൽ സ്റ്റോക്കുകളൊക്കെ ഇടിച്ചിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മുകേഷ് അംബാനിയുടെ അനിൽ അംബാനിയുടെയും അച്ഛനായിട്ടുള്ള ധീരുഭായ് അംബാനിയുടെ നേതൃത്വത്തിൽ ജെയിനുമായിട്ട് ചേർന്നിട്ടാണ് ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ സ്റ്റോക്കുകൾ വാങ്ങിച്ചു കൂട്ടാൻ ശ്രമിച്ചത്. ഇതിനെ തുടർന്ന് മാർക്കറ്റ് റിക്കവറായി മുകളിലേക്ക് പോയി. പക്ഷേ ബെയർ കാർട്ടലിന് കൈപൊള്ളി, പലരും ബാങ്ക്രപ്റ്റായി. 1985 കാലം വരെ ജയ് കോർപ്പറേഷൻ എന്ന പേരിൽ ആനന്ദ് ജെയിൻ സ്വന്തം കമ്പനി ബിൽഡ് ചെയ്യാൻ ആരംഭിച്ചു. പ്രധാനമായും റിയൽ എസ്റ്റേറ്റും കൺസ്ട്രക്ഷനും ഒക്കെ ആയിരുന്നു അക്കാര്യത്ത് കണ്ണുവെച്ചിരുന്നത്. അത് നല്ല രീതിയിൽ നടന്നു. അംബാനിമാർക്കും ജെയിനും പാരമ്പര്യമായിട്ട് അധികാരവർഗവുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിനും ഒരു വിഘ്നവും നേരിട്ടില്ല. 91 ഉദാരവൽക്കരണത്തോട് കൂടിയിട്ട് അംബാനി ആകട്ടെ ജെ കോർപ്പറേഷൻ ആകട്ടെ ഇവര് നല്ല രീതിയിൽ ബിസിനസ് നടത്തി, സ്പെഷ്യൽ എക്കണോമിക് സോണുകളൊക്കെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ മുന്നോട്ട് പോയി. ആനന്ദിനെ വേണമെങ്കിൽ അംബാനിയുടെ മൂന്നാമത്തെ മകനായിട്ട് കരുതപ്പെടാവുന്നതാണ്. കാരണം അത്രയും വിശ്വസ്തയോട് കൂടിയിട്ട് റിലയൻസ് എംപയറിന്റെ കൂടെ നിന്നിരുന്ന ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ ഒരു 10-15 വർഷം മുമ്പൊക്കെയാണ് മുംബൈയിലെ നവി മുംബൈ ഡെവലപ്മെന്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള ഒരു പ്രപ്പോസലൊക്കെ വരുന്നത്. ഏകദേശം 5000 കോടി ഏക്കറിന്റെ മുകളിലുള്ള വലിയൊരു സ്പെഷ്യൽ എക്കണോമിക് സോണാണ് മൊത്തം ലാൻഡ് പാർസൽ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഒരു കമ്പനിക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ലാത്തത് കൊണ്ട് ഒരു കൺസോർഷ്യം വഴിയാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ നിർമ്മിക്കാനുള്ള ഒരു പ്രപ്പോസലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ 26% ഓഹരികളും സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ സിഡ്കോ ഹോൾഡ് ചെയ്യും. ബാക്കിയുള്ള 74% ഈ കൺസോർഷ്യം ഹോൾഡ് ചെയ്യും. അപ്പോൾ ഈ കൺസോർഷ്യത്തിൽ ആരൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ജെ കോർപ്പറേഷൻ ഉണ്ട്, സ്കിൽ ഇൻഫ്രയുണ്ട്. അപ്പോൾ ഇതിൽ സ്കിൽ ഇൻഫ്ര 35% കൺസോർഷ്യത്തിൽ ഈ ലാൻഡ് സ്ഥലം ഹോൾഡ് ചെയ്യുന്നു. റിലയൻസ് 33%, ജെ കോർപ്പറേഷൻ 32%. അപ്പോൾ റിലയൻസിന്റെയും ജെ കോർപ്പറേഷന്റെയും കൂടി ഓഹരി പങ്കാളിത്തം എന്ന് പറയുന്നത് 65%ത്തിലേക്ക് വരും. കൺസോർഷ്യത്തിന്റെ, സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ അല്ല, കൺസോർഷ്യത്തിന്റെ. ബാക്കി 35% സ്കിൽ ഇൻഫ്രയുടെ ഉള്ളത്. അപ്പോൾ ഈ 65% ജെ കോർപ്പറേഷൻ റിലയൻസും കൂടി ചേർന്ന് 65% ഉള്ള ഇവർ ഒരു തീരുമാനമെടുക്കുന്നു. കൺസോർഷ്യത്തിന്റെ കയ്യിലുള്ള ലാൻഡ് 1700 കോടി രൂപയ്ക്ക് റിലയൻസിന് സെല്ല് ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊരു ചെറിയ വിലക്കാണ് സെല്ല് ചെയ്യുന്നത്. 5000 ചില്ലറ ഏക്കർ ലാൻഡ് 1700 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നു. കൺസോർഷ്യത്തിൽ 65%വും ജെ കോർപ്പറേഷൻ റിലയൻസും കൂടി ചേർന്ന് ആയതുകൊണ്ട് ഈ തീരുമാനത്തിന് ഭൂരിപക്ഷ തീരുമാനമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഇതോടുകൂടിയിട്ട് ഈ കൺസോർഷ്യത്തിലുള്ള സ്കില്ലിന്റെയും കൂടി ഈ പറഞ്ഞ പോലെ ലാൻഡ് അങ്ങോട്ട് ഈ പറഞ്ഞ വിലയ്ക്ക് പോകുന്നു. പ്രധാനമായിട്ടും ഇതാണ് സ്കിൽ ഇൻഫ്രയുടെയും ജെ കോർപ്പറേഷന്റെയും ഷെയർസിന്റെ വിലയിടിവിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു ത്രോയവേ പ്രൈസിനാണ് ഈ സ്ഥലങ്ങളൊക്കെ റിലയൻസിലേക്ക് പോകുന്നത്. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞതുപോലെ ജെ കോർപ്പറേഷനും റിലയൻസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, സബ്സിഡിയറിയോ ബിസിനസ് റിലേഷൻഷിപ്പോ ഒന്നുമില്ല. പക്ഷെ രണ്ടുപേരും, മുകേഷ് അംബാനിയും ആനന്ദ് ജെയിനും വളരെ അതിതീവ്ര സുഹൃത്തുക്കളാണ്. അപ്പൊ അതുവഴി എഴുതപ്പെടാത്ത രീതിയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള പല ലാഭങ്ങളും ഉണ്ടായേക്കാം. അതൊന്നാമത്തെ കാര്യം. പക്ഷെ ഇതിൽ നിന്നും നിക്ഷേപകർ പഠിക്കേണ്ട ഒരു കാര്യം, സാധാരണ രീതിയിൽ ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ പലപ്പോഴും നടത്താറ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നുള്ള പണം പുറത്തേക്ക് ഒഴുകി പ്രൊമോട്ടേഴ്സ് എടുത്തുകൊണ്ട് പോകാറ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് വഴിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കൽ പ്രതിപാദിച്ചിരുന്നു തോന്നുന്നു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനെ കുറിച്ച്. കാരണം കമ്പനിയുടെ പ്രൊമോട്ടേഴ്സുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ളവരോ അല്ലെങ്കിൽ കമ്പനി പ്രൊമോട്ടേഴ്സിന്റെ സ്വന്തം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളോ ഒക്കെ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് ഏതെങ്കിലും സർവീസ് നൽകുന്നു എന്ന പേരിൽ ഒരു പണം കൈക്കലാക്കുകയും അങ്ങനെ പണം എടുത്തിട്ട് പോകും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മുംബൈയിലുള്ള ഓഫീസിലേക്ക് എല്ലാ ദിവസവും ചായ കൊടുക്കുന്ന കോൺട്രാക്ട് നീത അംബാനിയുടെ ഒരു ചെറിയ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നൽകുന്നതെന്നിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഒരു ചായക്ക് 1000 രൂപ വെച്ചിട്ടാണ് കണക്ക് കൂട്ടുന്നതെന്ന് വിചാരിക്കുക. പുറത്ത് 10 രൂപ വരെയുള്ള ചായക്ക് ഇതിന് 1000 രൂപ കണക്ക് കൂട്ടുന്നു. അങ്ങനെ ഒരു ദിവസം 1000 ചായ കൊടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം ചായയുടെ വില മാത്രം
10 ലക്ഷം രൂപ. 10,000 രൂപ വരെയുള്ള ചായ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് 10 ലക്ഷം രൂപ കൊടുക്കുന്നു. അതായത് 9,90,000 രൂപ പുറത്തേക്ക് വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് വക മാറ്റി. പക്ഷെ അതേസമയം നിയമപരമായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കമ്പനിയുമായിട്ടോ പ്രൊമോട്ടേഴ്സുമായിട്ടുള്ള ബന്ധങ്ങളുള്ള മറ്റ് കമ്പനികളിലേക്ക് നടത്തുന്ന ട്രാൻസാക്ഷൻസ്, കച്ചവട കൈമാറ്റങ്ങൾ ഇവയൊക്കെയാണ് നടത്തുന്നത്. അപ്പൊ അതുവഴിയാണ് മിക്കവാറും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് വഴിയാണ് പണം പ്രൊമോട്ടേഴ്സിന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് പോകുന്നത്. ഒരു കമ്പനിയിലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 50% അപ്പൊ ഈ കമ്പനിയിൽ നിന്നും പുറത്ത് 10 രൂപ പോയി കഴിഞ്ഞാൽ 5 രൂപ എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ പണമാണ് നഷ്ടപ്പെട്ടത്. ഇതേ കാര്യം തന്നെയാണ് ജെയ് കോർപ്പറേഷൻ ആണെങ്കിലും ശരി, സ്കിൽ ഇൻഫ്രയ്ക്ക് ആണെങ്കിലും സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ പബ്ലിക്കിനാണ് വലിയ നഷ്ടം സംഭവിച്ചത്. അവരുടെ കൂടി സ്വത്തായിരുന്ന ഈ കൺസോർഷ്യത്തിന്റെ അണ്ടറിൽ വരുന്ന ലാൻഡ് അത് വളരെ തുച്ഛമായ വിലയ്ക്ക് റിലയൻസിലേക്ക് കൈമാറ്റം ചെയ്തു. അങ്ങനെ ജെയ് കോർപ്പറേഷന്റെ ഓഹരി പങ്കാളികളും സ്കിൽ ഇൻഫ്രയുടെ ഓഹരി പങ്കാളികളും മൂഢന്മാരായി പരിണമിച്ചു. ഇവിടെയൊക്കെയാണ് നമ്മൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന വലിയൊരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് 10 തവണ ആലോചിക്കേണ്ടത്. പ്രത്യേകിച്ച് ദീർഘകാല നിക്ഷേപകരാണെങ്കിൽ വളരെ പെട്ടെന്ന് വളർച്ച നൽകുന്ന ബിസിനസ് എത്തിക്സ് ഇല്ലാത്ത ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ ഇടത്തരം വളർച്ച നൽകുന്ന ബിസിനസ് എത്തിക്സ് ഉള്ള ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ദീർഘകാലത്തേക്ക് നിങ്ങളുടെ നിക്ഷേപത്തിന് മികച്ച റിട്ടേൺസ് നൽകാൻ സാഹചര്യം ഉണ്ടാവുക. ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.